എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അലീനയ്ക്ക് കഞ്ഞി കോരി കൊടുക്കുന്നതിനിടയ്ക്ക് അലീന ബബിതയുടെ കവളിയിലൊക്കെ പിടിക്കുന്നുണ്ടല്ലോ. അന്നേരം മര്യാദയ്ക്കിരുന്നേ ചുമ്മാ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അവൾ പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നേക്കുന്നു, ഞാൻ കഞ്ഞി കോരി തരുന്നത് കാണിക്കാൻ വേണ്ടി. ഞാൻ എന്താ പൊട്ടിയാണെന്നാണോ അവളുടെ വിചാരം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും കഞ്ഞിയൊക്കെ കോരി കൊടുത്തിട്ട് ബബിത അവിടെ നിന്ന് പോരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് അവർ നാലുപേരോട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. ഏതായാലും ബബിത ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇത്തിരി ദേഷ്യം കാണിച്ചാണ് ഭക്ഷണം കോരി കൊടുക്കുന്നതെങ്കിലും അവളുടെ മനസ്സിലെ സ്നേഹം അലീനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കാൻ രോഹിത്തും അതുപോലെ ബാലേന്ദ്രനും ഒക്കെ വന്നിരിക്കുന്നു. എല്ലാം എടുത്ത് വെച്ചോന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോളോട്. അന്നേരം ഇഞ്ചിക്കറിയോ ഏതോ ഒരു സാധനം മിസ്സായി പോയിട്ടുണ്ടായിരുന്നു, അതും കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. എന്നിട്ട് ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, അതെ പെമ്പിള്ളേർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണമാണിത്, എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ട് നല്ലതാണോ എന്ന് പറ എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചിട്ട് എടുത്ത് വായി വെച്ച് കഴിക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ കഴിച്ചിട്ട് അഭിപ്രായം പറ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല കഴിക്കാം എന്ന് പറയുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, നല്ലതാണ് എന്ന് പറയാൻ അപ്പോൾ ഇത്തിരി മടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് ഉരുളുന്നത് എന്ന് പറയുമ്പം എടി നല്ല ഫുഡാണ്, അതുകൊണ്ടല്ലേ ഞാനിത് കഴിക്കുന്നത്, അല്ലെങ്കിൽ കൈകൊണ്ട് ഇളക്കിയിട്ടിട്ട് ഞാൻ പണ്ടേ എഴുന്നേറ്റ് പോവുകയില്ലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ഭയങ്കര സന്തോഷം കൃഷ്ണയ്ക്കും ബബിതയ്ക്കും രണ്ടുപേരുടെ പരസ്പരം കൈ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് രോഹിയേട്ട എന്ന് പറഞ്ഞ ബബിത രോഹിക്ക് ഒരു കൈ കൊടുക്കുന്നുണ്ട്. അന്നേരം ഇതെന്താ എന്ന് പറഞ്ഞിങ്ങനെ സംശയത്തോടെ നോക്കുവാണ് രോഹിത്തിനെ ബാലേന്ദ്രൻ. അന്നേരം തേങ്ങ ചിരണ്ടി തന്നത് രോഹിയേട്ടനാണ് എന്ന് പറയുന്നു. അന്നേരം എന്നും ഈ ഒത്തൊരുമ നിങ്ങളിൽ ഉണ്ടായാൽ മതി, ബാക്കിയൊക്കെ പുറകെ സോൾവായി വന്നോളും എന്ന് പറയുന്നു. ഏതായാലും എല്ലാവരോടും ഭക്ഷണം കഴിക്കുന്നു. അന്നേരം ബബിത പറയുന്നുണ്ട്, ഇനി ഇവിടെ എല്ലാവരും തന്നെത്താനെ എടുത്ത് കഴിച്ചോണം, കഴിക്കാൻ ആവശ്യമുള്ളത് മാത്രമേ എടുക്കാവുള്ളൂ, വേസ്റ്റ് ആക്കി വയ്ക്കരുത് എന്നൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബബിത പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്തത് ഞങ്ങളെല്ലാവരും കൂടിയാണ്, അതുകൊണ്ട് ഇതിനുള്ള പൈസ അച്ഛൻ ഇങ്ങ് തന്നേക്കണമെന്ന്. അന്നേരം ബാലേന്ദ്രൻ കൊള്ളാലോ, നിങ്ങളെല്ലാവരും കൂടി ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്യുമെങ്കിൽ ഇനി ഇവിടെ ഒരു വേലക്കാരിയുടെ ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പം കൃഷ്ണമോൾ പറയുവാണ്, ജോലിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം, അതിനുള്ള പൈസ അച്ഛൻ തന്നെ, പക്ഷേ വേലക്കാരിയാണ് എന്ന് പറഞ്ഞ് അലിനി ചേച്ചിയെ പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും നല്ല കാര്യം, ഇതുപോലെയുള്ള ഒത്തൊരുമയൊന്നും കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടിയാണ്. രേവതിക്കുട്ടി അലീനയെ വിളിക്കുന്നു. അന്നേരമാണ് അലീനയ്ക്ക് പനിയാണ്, തീരെ വയ്യ, മേൽ മൊത്തം വേദനയാണ് എന്നൊക്കെ പറയുമ്പം എങ്കിൽ അവിടെ കിടക്കാതെ ആശുപത്രി പോകാൻ മേലായിരുന്നോ, ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു അച്ഛനില്ലേ, എന്നിട്ട് ആശുപത്രിയിലൊന്നും കൊണ്ടുപോയില്ലേ എന്ന് ചോദിക്കുമ്പം എടി ആശുപത്രി പോയാൽ ഇങ്ങനെ കിടക്കാനല്ലേ പറ്റുള്ളൂ, ഇവിടെയാകുമ്പോൾ എനിക്ക് കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഈ പറയുന്ന ആൾക്ക് എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിക്കുമ്പം ഇവിടെ 2-3 പേരില്ലേ, നിനക്കറിയത്തില്ലേ, കൃഷ്ണമോളും രോഹിത്തും ബബിതയും അവരെല്ലാവരും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് അവരിൽ ആരൊക്കെ നോക്കുന്നുണ്ട്, കൃഷ്ണമോൾ മാത്രമല്ല ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കുകയുള്ളൂ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഇപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബബിതയാണ്, അവളത് ഇഷ്ടമില്ലാതെ ചെയ്യുന്നത് പോലെയാണ് കാണിക്കുന്നത്, ഇടയ്ക്ക് എന്നോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും, പക്ഷേ അതെല്ലാം അവൾ കാണിക്കുന്ന ഒരു മുഖംമൂടി മാത്രമാണ് എന്ന് എനിക്കറിയാം. അവളിപ്പോൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്നോട് ഇതിനു മുമ്പ് വെറുപ്പ് കാണിച്ചതിൻ്റെ കുറ്റബോധം വരെ അവളുടെ ഉള്ളിലുണ്ട് എന്ന് എനിക്കറിയാം. അവൾ എനിക്കെല്ലാം ചെയ്തു തരൂടി, എൻ്റെ ദേഹം തുടച്ചു തരും, എനിക്ക് ഭക്ഷണം കോരി വായി വെച്ച് തരും, ബിസ്ക്കറ്റ് ചായ മുക്കി വായി വെച്ച് തരും, അതുപോലെ ആവി പിടിപ്പിക്കും, മരുന്നെടുത്ത് തരും, എൻ്റെ എല്ലാ കാര്യങ്ങളും കൃഷ്ണമോളേക്കാൾ കാര്യമായിട്ട് ചെയ്യുന്നത് ഇപ്പം ബബിതയാണ് എന്ന് പറയുമ്പം അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല രേവതിക്കുട്ടിക്ക്. ഇത് ഭയങ്കര അത്ഭുതമായല്ലോ, ഇത് ഇപ്പം എങ്ങനെയൊക്കെ ആക്കിയെടുത്തതെന്ന് ചോദിക്കുമ്പം അതൊക്കെ സാധിച്ചു എന്ന് പറയുവാണ്. അന്നേരം ചോദിക്കും, മാഡം അവിടെ ഉണ്ടോ, അതിന് മാത്രം ഒരു മാറ്റവും ഇല്ലാതെ എന്ന് ചോദിക്കുമ്പം അങ്ങനെ ഒരു മാറ്റം ഇനി എന്നാ ഉണ്ടാകുന്നത് എന്ന് എനിക്കറിയില്ല, എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്, കാരണം ബബിതയും രോഹിത്തും ഒക്കെ മാറിയല്ലോ, അവരും എൻ്റെ കൂടെ ആയല്ലോ, അതൊക്കെ കാണുമ്പം ചിലപ്പോൾ ഒരു വീണ്ടും വിചാരം ഉണ്ടായാലോ എന്നിങ്ങനെ അലീന പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, അതുപോലത്തെ ഒരു സാധനത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന്. അന്നേരം അലീനയും പറയുന്നുണ്ട്, ഇത്രയും വാശിയുള്ള ഒരാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന്. ഏതായാലും അലീന പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും ഒരുപോലെ ഒരു മനസ്സോടു കൂടിയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്, ഇനിയും ഇതുപോലെ തന്നെയാണ് വൈജയന്തി മാഡം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ ഇനി ഇവിടെ പിടിച്ചു നിൽക്കില്ല, കുറേ കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകും എന്നൊക്കെ പറയുമ്പം പോകുന്നതും ഇനി തിരിച്ചു വരാത്തൊരു പോക്കായിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സങ്കടമാവും. ചേച്ചി ആവശ്യമില്ലാത്തൊന്നും പറയരുത് കേട്ടോ എന്ന് പറയുമ്പം ഇല്ലടി ഞാനൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, ഏതായാലും ഇപ്പം എനിക്ക് ഭയങ്കര പനി ആയതുകൊണ്ട് ദേഹമൊക്കെ വേദന എടുത്ത് തുടങ്ങി, ഇത്ര സംസാരിച്ച് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക.
ഇതിനിടയ്ക്ക് ഗ്രേസിയമ്മയും മാമച്ചായനെയും കാണിക്കുന്നുണ്ട്. മാമച്ചായന് എന്നും എക്സസൈസ് ഉണ്ട് കേട്ടോ. വീടിന് ചുറ്റും എത്രയോ റൗണ്ട് 10-15 റൗണ്ട് നടക്കണം. അതിൻ്റെ ഒരു വിഷമം മാമച്ചായൻ ഗ്രേസിയമ്മയോട് പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് രേവതിക്കുട്ടി വരും. എന്നിട്ട് അലീനയ്ക്ക് ഇങ്ങനെ പനിയാണെന്നും ഒന്ന് കാണാൻ പോകണം, കണ്ടു കഴിയുമ്പോൾ ഒരു ആശ്വാസമാകും എന്നൊക്കെ പറയുമ്പോൾ ആർക്ക് ആശ്വാസമാകുമെന്ന്? നിനക്കല്ലേ, അല്ലാതെ അവൾക്കല്ലല്ലോ. അവൾ പറഞ്ഞു കാണും അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു കാണൂലേ എന്ന് ചോദിക്കുമ്പോൾ ആ ചേച്ചി അങ്ങനെയൊക്കെ പറയും. ഒരു രോഗിയുടെ ഭാഗത്തു നിന്നുള്ള വാക്കായിട്ട് അത് കണ്ടാൽ മതി, നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിക്കും. അന്നേരം മാമച്ചായനും ഗ്രേസിയമ്മയും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് നമുക്ക് പോകാം എന്ന്. അന്നേരം രേവതിക്കുട്ടി പറയും എങ്കിൽ ഞാൻ അടുക്കളയിലെ ബാക്കി പണിയും കൂടെ തീർത്തിട്ട് വരാം, പണി തീർത്തിട്ട് വരുന്നേക്കും രണ്ടുകൂടെ റൂമിൽ കയറിക്കോണം എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ വേണ്ടി തുടങ്ങുന്ന രേവതിക്കുട്ടി തിരിഞ്ഞു ചെയ്തിട്ട് പിന്നെയും ചോദിക്കുകയാണ്, നമ്മൾ ആ ടോണിച്ചായനെ ഒന്നുകൂടി ഒന്ന് വിളിച്ചില്ലല്ലോ, ഒന്ന് വിളിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കും. അന്നേരം ഇവിടുന്ന് പോയ രീതി എന്താണ് എന്ന് നിനക്കറിയാലോ, അങ്ങനെ ഒരാളെ നമ്മൾ എങ്ങനെ വിളിക്കുന്നത്, ശരിയാകുമോ എന്നൊക്കെ മാമച്ചായൻ ചോദിക്കുവാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് അതൊന്നും കാര്യമാക്കണ്ട, ഒന്ന് വിളിച്ചേരെ, അങ്ങനെ ഒരു ബന്ധം നിലനിർത്തി പോകുന്നത് നല്ലതാണ്, ഭാവിയിലെ നമ്മുടെ അന്വേഷണത്തിന് ഏതെങ്കിലും രീതിയിൽ ഉപകരിച്ചാലോ, അതുകൊണ്ട് ഒന്ന് വിളിക്കണം കേട്ടോ എന്ന് പറയുന്നു. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട് ഒന്ന് വിളിച്ചേരെ മാമച്ചായ, ഏതായാലും ഇവിടെ വന്നിട്ട് പോയതല്ലേ എന്ന്. ഏതായാലും വിളിച്ചേക്കാം എന്ന് മാമച്ചായനും സമ്മതിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ബബിതയും കൃഷ്ണമോളെയാണ്. രണ്ടുപേരുടെ രാവിലെ മിറ്റം ഡിവൈഡ് ചെയ്ത് അടിക്കുവാണ്. ആ സൈഡ് നീ അടിക്കുക, ഈ സൈഡ് ഞാൻ അടിക്കാം എന്നൊക്കെ പറഞ്ഞ് ബബിത ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബബിത ഇങ്ങനെ കമാൻഡ് ചെയ്യുന്നത് കൃഷ്ണമോൾക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഇടയ്ക്ക് ഉടക്കുണ്ടാക്കാനൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത് അലീന ആ റൂമിലിരുന്ന് തന്നെ കാണുന്നുണ്ട്. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അന്തിയും റൂമിലേക്ക് ബാലേന്ദ്രൻ കയറി വരും. എന്നിട്ട് അലീനോട് ചോദിക്കുന്നുണ്ട് എന്താടി തന്നെത്താനെ നിന്ന് ചിരിക്കുന്നത്, പനി കൂടിയപ്പോൾ വട്ടായോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ല അച്ഛാ, ദേ അവിടെ രണ്ടുപേര് ചെയ്യുന്ന പണി കണ്ടോ, അവരടിക്കുമല്ല, അടിക്കുന്നതിനേക്കാൾ കൂടുതൽ വാചക കസരത്താണ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് രണ്ടിൻ്റെയും നാക്കിൻ്റെ മുമ്പിൽ പിടിച്ച് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന്. അത് കഴിഞ്ഞ് അലീനയോട് ചോദിക്കും എങ്ങനെയുണ്ട് പനിയെന്ന്. എന്നിട്ട് തൊട്ടൊക്കെ നോക്കിയിട്ട് പനിയൊക്കെ മാറിയല്ലോ എന്ന് പറയുമ്പം അലീന പറയുവാണ് ഈ ഒരു കിടപ്പ് ഞാൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പയ്യെ ഇവിടുന്ന് എഴുന്നേൽക്കുന്നുള്ളൂ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുക എടി നീ എഴുന്നേറ്റില്ലെങ്കിൽ എൻ്റെ കാര്യം കഷ്ടമാണ്, ഒരു നല്ല ചായ പോലും കിട്ടിയില്ല, ഇത് കണ്ടോ ചുക്ക് കാപ്പി, നിനക്ക് എന്തെടുക്കുന്നതോ അത് എല്ലാവർക്കും അവൾ തരുള്ളൂ, വേറെ വേറെ മെനു ഒന്നും വേണ്ട, ഒരൊറ്റ ഭക്ഷണം ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ബബിത കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അന്നേരം അലീന ചോദിക്കും മാഡത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. അന്നേരം എനിക്കതൊന്നും അറിയത്തില്ല, കഴിഞ്ഞ ദിവസം ബബിതയായിട്ടൊന്ന് കൊമ്പ് കോർത്തു എന്നൊരു കിംവദന്തി കേട്ടു, പിന്നെ വേറെ എന്തെങ്കിലും ന്യൂസ് അറിയണത് ഈ പത്രത്തിൽ നിന്ന് അറിഞ്ഞോളാൻ പറയും. അന്നേരം അലീന പറയുന്നുണ്ട് എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റാണ്, വായിക്കാൻ പോലും മേല, അച്ഛൻ എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ മതി എന്ന്. അന്നേരം നീ ആൾ കൊള്ളാലോടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. എന്നിട്ട് പറയുവാണ് എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും അങ്ങനെ ആയിക്കോട്ടെ, ഏതായാലും റെസ്റ്റ് എടുക്കുക, എനിക്ക് പോകണം, കടയിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാണ്, പോവാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേക്കുവേ. അന്നേരം അലീന ബാലേന്ദ്രൻ്റെ കയ്യെ പിടിക്കും. എന്നിട്ട് അച്ഛാ നമുക്ക് രോഹിയുടെ കാര്യം ഒന്നുകൂടി ഒന്ന് ആലോചിക്കണ്ടേ, അവനെ കോളേജിലൊക്കെ പറഞ്ഞു വിടണ്ടേ എന്ന് വയ്ക്കുമ്പം നീ രോഹിയോട് സംസാരിച്ചായിരുന്നോ, അവനോട് സംസാരിക്കാതെയോ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുമ്പം അലീന പറയുവാണ് ആ കോളേജിൽ ഇനി അവനെ പഠിപ്പിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്ക്, അല്ലാതെ അവൻ മനസ്സുകൊണ്ട് തയ്യാറായി വരുമ്പം കോളേജിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര സങ്കടമാകില്ലേ, അതുകൊണ്ട് അച്ഛൻ ആദ്യം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക എന്ന് പറയും. ഏതായാലും ഞാൻ പോയി അന്വേഷിക്കാം എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും ഇനി എന്തെങ്കിലും നടപ്പാക്കാനുള്ള കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല എന്ന് പറയും. എന്നിട്ട് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി വരുന്നല്ലോ, ഗുളിക എടുത്ത് കഴിക്കാൻ മേലായിരുന്നു എന്ന് വയ്ക്കും. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പുള്ള ഗുളികയായിരിക്കും. അന്നേരം അലീന പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് മരുന്നൊക്കെ എടുത്തു തരാനുള്ള ആൾക്കാർ ഇവിടെ വരുമെന്ന്. അന്നേരം ബാലേന്ദ്രൻ അയ്യോ ആയിക്കോട്ടെ, ഏതായാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങ് പോകുന്നുണ്ടേ. പിന്നെ കാണിക്കുന്നത് കുറേ നേരം കഴിഞ്ഞ് ഉച്ചയ്ക്കാന്ന് തോന്നുന്നു അലീനയെ കാണാൻ വേണ്ടി പിന്നെയും ബാലേന്ദ്രൻ വരുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ്റെ കയ്യിൽ വേറെ കുറേ മരുന്നുകളുണ്ട്. ഡോക്ടറെ പോയി കണ്ടായിരുന്നു, ഡോക്ടർ കുറച്ച് മരുന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. ആ മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടി റൂമിൽ വന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ടോ കുറഞ്ഞതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്ക് ശരിക്കും എഴുന്നേറ്റ് ഓടാനാണ് തോന്നുന്നത്, പക്ഷേ ശരീരം അങ്ങ് അനുവദിക്കുന്നില്ല, മേലുവേദന ശരിക്കും മാറിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയുക എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്, നേരത്തെ എന്തെങ്കിലും ജോലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളോട് പറ അവനോട് പറ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ട് കുട്ടികളാണ്. ഇപ്പം അവർ ഈ വീട്ടിലെ ഓരോ പണിയും ഡിവൈഡ് ചെയ്ത് ആരോടും യാതൊരു പരാതിയും പരിഭവവും ഇല്ലാതെ ചെയ്തു തീർക്കുകയാണ്, എനിക്ക് അത്ഭുതം തോന്നി എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അതിന് പിന്നിലെ അത്ഭുതം എന്താണ് എന്ന് അച്ഛൻ അറിയാവോ, അവർ ആ കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലികളാണ് അവർ ചെയ്തു തീർക്കുന്നത്, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവരത് ചെയ്യുന്നത്, അതുകൊണ്ട് അവർക്ക് പരാതികളും ഇല്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് നേരെ, അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് വേലക്കാരിയായിട്ട് വന്ന നിനക്ക് വേണ്ടി മരുന്ന് മേടിക്കാനും
ഇങ്ങനെ ഓടി നടക്കാനും ഞാനും നടക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പം അലീന ചിരിച്ചുകൊണ്ട് പറയുവാണ്, അത് തന്നെ മേഡം പറയുന്ന പോലെ കൈവശമാണ് ഇത് മൊത്തം എന്ന് പറയുന്നുണ്ട് കേട്ടോ തമാശ രൂപേണ. അന്നേരം ബാലേന്ദ്രൻ ഭയങ്കര കഷ്ടം തന്നെ ആട്ടോടി ഇത് എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴേക്കും ബാലേന്ദ്രൻ്റെ കയ്യെ പിടിച്ചിട്ട് അലീന താങ്ക് യു അച്ഛ എന്ന് പറയുക. അന്നേരം ഇതും ഇനി ഞാൻ കേൾക്കണം അല്ലേ എന്നിങ്ങനെ പറയുന്നു. ഏതായാലും എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അലീനയും ഓരോന്നോർത്ത് ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ബാലേന്ദ്രൻ രോഹിത്തിൻ്റെ കോളേജിൽ പോയി സംസാരിച്ചു. അവർക്ക് രോഹിത്തിന് ഇനി അങ്ങോട്ട് എടുക്കുന്നതിൽ വലിയ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നാണ് ബാലേന്ദ്രൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി രോഹിത്തിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ അലീന അപ്പം ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഈ കാര്യം അറിയുമ്പോൾ രോഹിത്തിനും ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ. പിന്നെ വൈജയന്തിയാണ് കാണിക്കുന്നത്. മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ റൂമിൽ തന്നെ തൻ്റെ ജീവിതം തീർന്നു പോകുള്ളൂ എന്ന് മനസ്സിലാകുന്ന വൈജയന്തി പുറത്തിയാടി. എന്നിട്ട് ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, എനിക്കിവിടെ ഒരു അഭയാർത്ഥിയെ പോലെ ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല, ലക്ഷത്തിന് മേൽ ശമ്പളമുള്ള ഒരു ജോലി എനിക്കുണ്ട്, എനിക്കത് മതി എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ നിനക്കെല്ലാം ഉണ്ട്, നിനക്കില്ലാത്ത 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ദയ, വിനയം, സ്നേഹം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിനക്കില്ലാത്തതായിട്ടുള്ളൂ, ബാക്കിയെല്ലാം നിനക്കിതിൽ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ബാലേന്ദ്രനും വൈജയന്തിയും ചെറിയ രീതിയിലൊന്ന് കൊമ്പ് കോർക്കുന്നുണ്ട്. അതൊക്കെ നാളത്തെ എപ്പിസോഡിലാണ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.